ഒരുപാട് പേരുടെ ജീവിതം രക്ഷിച്ച അത്രയേറെ ശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുവാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിക്കേണ്ടത് തിരുവോണ ദിവസമാണ്. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ എന്തൊക്കെ ചെയ്തിട്ടും കഴിയുന്നില്ല എന്ന് നമ്മോട് നേരിട്ട് പറഞ്ഞ പല വ്യക്തികളോടും പൂർണ്ണ ഉറപ്പോടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതും നിരവധി ആളുകളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു പുഷ്പാഞ്ജലിയാണ് ഇത്. മാത്രമല്ല, ഇത് നിസാര ചെലവിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതേയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അതെല്ലാം ഈ ഒരു വഴിപാടിന് മുൻപിൽ ഒന്നുമില്ലാതാകും എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ പുഷ്പാഞ്ജലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ഫലം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. ഫലം കിട്ടിയിട്ടുണ്ട് എന്നത് മാത്രമല്ല, ജീവിതത്തിൽ വളരെ വലിയ പുരോഗതിയും ധനനേട്ടങ്ങളുമാണ് അവർക്ക് ഉണ്ടായത്. ഇത് നാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ പുഷ്പാഞ്ജലി ചെയ്തവരിൽ പല ആളുകളും വന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ നടന്നു കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരോ, ജീവിതത്തിൽ ഒരു പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ തിരുവോണ ദിനത്തിൽ ഈ പുഷ്പാഞ്ജലി നടത്തുവാൻ പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഈ ഒരു പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളും അതിൻ്റേതായ രീതികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പുഷ്പാഞ്ജലി ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ എത്ര തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ ഒരു പുഷ്പാഞ്ജലി മാത്രം മതി അതിനെല്ലാം പരിഹാരം കാണുവാൻ. ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിലാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾക്ക് തിരുവോണ ദിവസം ഈ പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ ശിവൻ ഉപപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലല്ലാതെ പ്രധാന പ്രതിഷ്ഠ ശിവൻ വരുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ വേണം നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോ വെളിനാടുകളിലോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആരെയെങ്കിലും വിട്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഈ പുഷ്പാഞ്ജലി ചെയ്യിപ്പിച്ചാലും മതി. എന്നാൽ നിങ്ങൾ നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്വയം ക്ഷേത്ര ദർശനം നടത്തി ഈ പുഷ്പാഞ്ജലി കഴിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഇനി ഇത്രയേറെ ശക്തിയുള്ള ഈ പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ഈ ഒരു വഴിപാട് കഴിക്കുവാൻ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയോടുകൂടി മാത്രം വേണം പോകുവാൻ. ഇനി ആർത്തവ സമയമായതിനാൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് പോകുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും സഹിതം നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളോട് പറഞ്ഞ് ഈ തിരുവോണ ദിനത്തിൽ തന്നെ ഈ പുഷ്പാഞ്ജലി ചെയ്യുക. അങ്ങനെ പൂർണ്ണ ശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പോകുന്ന വ്യക്തികൾ അവിടെ ചെന്നതിന് ശേഷം ഒരു കാരണവശാലും നേരെ ചെന്ന് ഈ പുഷ്പാഞ്ജലി ചെയ്യരുത്. വഴിപാട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗണപതി ഭഗവാന്റെ മുൻപിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതും വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഗണപതി പ്രതിഷ്ഠയിൽ തേങ്ങയുടച്ച് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി 12 ഏത്തമിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ ഭഗവാനോട് പറയുക. ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും
സങ്കടങ്ങളും എല്ലാം തന്നെ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക. ഇത്തരത്തിൽ വിഘ്നേശ്വരൻ്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ഒക്കെ തുടക്കം കുറിക്കുമ്പോൾ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗണപതി ഭഗവാന്റെ മുൻപിൽ നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതായി നിങ്ങൾക്ക് പ്രധാന പുഷ്പാഞ്ജലിയിലേക്ക് കടക്കാം. അതായത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടന്നു കിട്ടുവാനും ഈശ്വരാധീനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സർവ ധനനേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനും നിങ്ങൾ ഈ തിരുവോണ ദിനത്തിൽ കഴിപ്പിക്കേണ്ട പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് രുദ്രസൂക്ത പുഷ്പാഞ്ജലിയാണ്. ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാദേവന്റെ കടാക്ഷം നിങ്ങളിലേക്ക് അത്ഭുതകരമായ രീതിയിൽ വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്കും സമ്പന്നതയിലേക്കും കുതിക്കുമെന്നുള്ളതും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതിനോടൊപ്പം തന്നെ ഭഗവാന് ഒരു കൂവളമാല കൂടി സമർപ്പിക്കുക. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കൂവളം. അതിനാൽ തന്നെ ഇത്തരത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത് ഇരട്ടി ഈശ്വര കടാക്ഷവും ദേവപ്രീതിയും നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഇടയാക്കും. ജീവിതത്തെ ഇനി ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ മാർഗമില്ലാതെ ജീവിതം പോലും വഴിമുട്ടിയ അവസ്ഥയിൽ നിന്നിരുന്ന പല വ്യക്തികളുടെയും ജീവിതത്തെ അത്ഭുതകരമായി രക്ഷിച്ച ഒരു വഴിപാടാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ തിരുവോണ ദിനത്തിൽ പൂർണ്ണ ഭക്തിയോടെ നിങ്ങൾ ഈ ഒരേ ഒരു വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെ ആയിരുന്നാലും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതകരമായ ഒരു മാറ്റം ഈ വഴിപാട് ചെയ്തു കഴിയുന്നതോടെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും എന്നുള്ളത് അച്ചിട്ടാണ്. അതിന് എന്തു കാര്യവുമായിക്കോട്ടെ, സാമ്പത്തിക നേട്ടമോ മനസമാധാനമോ പുതിയ ജോലിയോ എന്തു തന്നെ ആയാലും തീർച്ചയായും ഭഗവാൻ അത് നിങ്ങൾക്ക് നൽകിയിരിക്കും. അപ്പോൾ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഈ ശക്തിയേറിയ വഴിപാടിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.